ഇന്ന് എൻ്റെ ഒരു വർക്കിംഗ് ഡേ ആണ് കാണിക്കുന്നത്. ഇത് ഞാൻ ലാബിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ വഴിയിൽ തന്നെ കുറേ റോസാ ചെടികളുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ലബോറട്ടറി, ഇതിൻ്റെ തട്ടകമാണ്. ഇവിടെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നേരെ ലാബ് തുറന്നു. ഇരുട്ടാണ് ഉള്ളിൽ. ആദ്യം തന്നെ നമ്മൾ മെയിൻ സ്വിച്ച് ഓൺ ആക്കണം. അതുപോലെ തന്നെ ലൈറ്റൊക്കെ ഓൺ ആക്കണം. ഇത് ഞാൻ കയ്യിലെടുത്താണ് വീഡിയോ എടുക്കുന്നത്, കയ്യിൽ പിടിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഭയങ്കര ഷെയ്ക്കാവണത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വന്ന ഉടനെ തന്നെ ഞാൻ ലഞ്ച് ബോക്സും മറ്റേ സ്നാക്സൊക്കെ കൊടുന്നതിന് അതൊക്കെ എടുത്ത് വെച്ച് അതിന് ശേഷം അവിടെ ഒക്കെ ഒന്ന് അടിച്ചു വാരി. കാരണം ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ അതോ ഇതോ അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, നിലത്ത് ചിലപ്പോൾ അറിയാതെ വീണോ. അപ്പം വന്ന പാടെ തന്നെ ഞാൻ അടിച്ചു വാരി. ഇത് ഞാനിന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. 2 വെളിച്ചെണ്ണൻ്റെ ബോട്ടിലാണ്. ഒന്ന് പാരച്യൂട്ട്, ഒന്ന് പവിത്രം. രണ്ടാളും സ്റ്റാൻഡുമ്പോൾ നിർത്തിയിട്ടൊക്കെ ഫോട്ടോ എടുക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടുന്ന് കുറച്ച് റോസാപ്പൂക്കൾ പറിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ ഇട്ട് വെക്കുകയാണ്. ഒരു നല്ല രസം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് അവൻ്റെ മേലെ വെച്ചാണ് എടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടുന്ന് മാറ്റാൻ. നമ്മുടെ ലാബിനൊരു എസ്തെറ്റിക് ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീനാക്കി ആ വൈറ്റ് പേപ്പറൊന്ന് മാറ്റി. അതൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ 2 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. ഒന്നിൽ പവി എന്നുള്ളത് പവിത്രമാണ്, പാര എന്നുള്ളത് പാരച്യൂട്ട്. അത് രണ്ടിലും വേറെ എന്തെങ്കിലും ഓയിൽ മിക്സ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്താ ടെസ്റ്റ് എന്ന് വെച്ചാൽ രണ്ടിലും കുറച്ച് നമ്മൾ ഓയിൽ ഒഴിക്കുക, അത് ഫ്രീസ് ചെയ്യിക്കുക 1 മണിക്കൂർ. അപ്പോൾ ഫ്രീസ് ചെയ്തെടുക്കുമ്പോൾ 2 ലെയറായിട്ട് അല്ലെങ്കിൽ 2 നമുക്ക് ഡിഫറെൻറ്റ് ഇത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വേറെ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. കാരണം വെച്ചാൽ ഓരോ ഓയിലിൻ്റെയും ഫ്രീസിങ് പോയിൻ്റ് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2ലും ഓയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. നമ്മുടെ ലാബിൽ ഒരു ഫ്രിഡ്ജ് വേണം എന്നുള്ളത് റൂളാണ്, പക്ഷേ ഫ്രിഡ്ജിൻ്റെ യൂസ് ഇല്ല. അപ്പോൾ അതാണ് ഇതിങ്ങനെ വൃത്തികേടായിട്ട് ഇരിക്കുന്നത്. അതാരും ശ്രദ്ധിക്കണ്ട. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, 1 മണിക്കൂർ ടൈം ഉണ്ടല്ലോ, ആ നേരത്ത് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ മറ്റേ മെറ്റാനിൽ യെല്ലോൻ്റെ ടെസ്റ്റ് അവിടെ അപ്പുറത്ത് ചെയ്യുന്നുണ്ട്. അത് ഞാനൊരു ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി കാണാം. പാരച്യൂട്ടിലും പവിത്രത്തിലും മെറ്റാനിൽ യെല്ലോൻ്റെ പ്രസൻസ് ഉണ്ടോയെന്ന് നോക്കുക. അപ്പോൾ ആ ഷോർട്സ് എല്ലാവരും കാണാം. അതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാമായിരുന്നു, കാരണം 1 മണിക്കൂർ ടൈമുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം 1 മണിക്കൂറായപ്പോൾ ഞാൻ ആ ഫ്രിഡ്ജിൽ വെച്ച സാധനം എടുത്തിട്ട് നോക്കുന്ന ടൈമിൽ 2 ലെയറായിട്ട് നിൽക്കണില്ല, അതൊക്കെ ഒരൊറ്റ ഇതാണ് കാണുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിൽ വേറെ ഓയിലിൻ്റെ കണ്ടൻറ്റൊന്നും ഇല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ പവിത്രമാണ്, പാരച്യൂട്ടും പവിത്രമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള നമുക്ക് വേറെ ഫുഡ് ഐറ്റംസും അതേപോലെ ഓയിലിൻ്റെ വേറെ ബ്രാൻഡ്സൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഓരോ ദിവസം അത് ചെയ്യുക. അതേപോലെ തന്നെ എന്നോട് RKG ഗീ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മിൽമൻ്റെ തന്നെ വേറെ പാക്കറ്റ് പാലൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറയണത് മിൽമക്കാർ എനിക്കെന്തോ ലക്ഷങ്ങൾ വാരി എറിഞ്ഞിട്ടുണ്ടെന്നാണ്. ആരും ഒന്നും തന്നിട്ടൊന്നുമില്ല, വെറുതെ ഞാൻ ടെസ്റ്റ് ചെയ്യാന്നുള്ളൂ. അപ്പോൾ ഇതാണ്, അതിൽ വേറെ ഓയിൽസൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ആ സ്വിച്ച് ബോർഡിൻ്റെ മേലെ ഒരു മോതിരം കണ്ടോ? ഇത് നമ്മൾ അന്ന് അക്വാറേജിയയിലിട്ട അതിൻ്റെ സിൽവറിൻ്റെ മോതിരമാണ്. അപ്പോൾ അക്വാറേജിയയിലിട്ടാണ് നശിപ്പിച്ച ഈ മോതിരം. ആ ഇതിൻ്റെ ഓർമ്മക്കായിട്ട് ഞാനിവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. നല്ല മോതിരമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിതവിടെ നിസ്കരിക്കാൻ ആ ഒരു ടേബിളിൻ്റെ മേലെയാണ് മുസല്ല വിരിച്ചിട്ടുള്ളത്. എങ്ങോട്ട് തിരിഞ്ഞാലും കെമിക്കൽസും വേറെ വൃത്തിയുള്ള സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ തന്നെയാണ് നിസ്കരിക്കാൻ വെക്കൽ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കി ലാബ് ഇന്ന് പോവുകയാണ്. നാളെ വേറൊരു ടെസ്റ്റും വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ ഇനി വരും. അപ്പോൾ മെയിൻ സ്വിച്ചൊക്കെ ഓഫാക്കി ഒക്കെ ക്ലിയർ അല്ലേ നോക്കി അത് കഴിഞ്ഞിട്ട് ബൈ പറഞ്ഞ് പോകുന്നു.